അപകടനില തരണം ചെയ്തെങ്കിലും കുട്ടിക്ക് ഭാവിയിൽ എന്തെങ്കിലും നോർമൽ ഫങ്ഷനിങ്ങിൽ തടസ്സങ്ങളുണ്ടാകുമോ എന്നുള്ളതാണ് ഈ MRIയിലൂടെ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അത് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. ഈ മാസം 3-നാണ് CBSE തായ്ക്കൊണ്ട സൗത്ത് സോൺ മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ആ വിദ്യാർത്ഥി ഇപ്പോഴും കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിഷയത്തിൽ ഇപ്പോൾ കുടുംബം നമ്മളോട് പ്രതികരിക്കുകയാണ്. പിതാവിൻ്റെ സഹോദരനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒരു നിയമ നടപടിയിലേക്കൊക്കെ കടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ നിയമ നടപടിയിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം അത്രമാത്രം ഗുരുതരമായ നിയമങ്ങളുടെ വയലേഷനാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് റഫറിയുടെ ഭാഗത്തുനിന്ന് വളരെ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, കുട്ടിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കുട്ടിക്ക് നീതി ലഭിക്കണം. മാത്രവുമല്ല ഇനിയും ഒരുപാട് പേര് ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ അവർക്ക് ഈ ദുരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് പരമാവധി നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഏതൊക്കെ തരത്തിലുള്ള നിയമ നടപടികളാണ് ഉദ്ദേശിക്കുന്നത്? ആർക്കൊക്കെയാണ് പരാതി? റഫറിക്കെതിരെയാണോ? എങ്ങനെയാണ്? സ്കൂൾ ത്രൂ നമുക്ക് CBSEയുമായി മത്സരം നടത്തിപ്പുകാർക്കെതിരായിട്ടുള്ള പരാതി പോകുന്നുണ്ട്. അത് നമുക്ക് പേഴ്സണലായിട്ട് ചെയ്യാൻ കഴിയില്ല. സ്കൂൾ ത്രൂ തന്നെയാണ് പോകുന്നുണ്ട് സ്കൂളിൻ്റെ സഹകരണത്തോടെ. അതുകൂടാതെ നമ്മൾ ക്രിമിനൽ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആരൊക്കെയാണോ നിയമലംഘനം നടത്തിയിട്ടുള്ളത് അവർക്കെതിരായിട്ടൊക്കെ മൂവ് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടിയുടെ അപകടനില തരണം ചെയ്തു. എന്താണ് കുട്ടിയുടെ ആരോഗ്യനിലയുടെ അവസ്ഥ? എന്താണ്? അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് ഇന്നലെ നമുക്ക് ഡോക്ടർമാരെ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇന്നലെ ഒരു MRI സ്കാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് ഇന്ന് ലഭിച്ചു. അപ്പോൾ അപകടനില തരണം ചെയ്തെങ്കിലും കുട്ടിക്ക് ഭാവിയിൽ എന്തെങ്കിലും നോർമൽ ഫങ്ഷനിങ്ങിൽ തടസ്സങ്ങളുണ്ടാകുമോ എന്നുള്ളതാണ് ഈ MRIയിലൂടെ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അത് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഉണ്ടെങ്കിലും അത് ഫിസിയോതെറാപ്പിയിലൂടെ റിക്കവർ ചെയ്യാൻ കഴിയും എന്നുള്ള രൂപത്തിലുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എത്ര ദിവസം ആശുപത്രിയിൽ ഇനി കിടക്കേണ്ടി വരുന്നു, എത്ര ദിവസം ഇനി ചെലവഴിക്കേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന തന്നിരുന്നോ ഡോക്ടർമാർ? ഇല്ല, കാരണം കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിൽ തന്നെയാണ്, ഇപ്പോഴും സെഡേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വെന്റിലേറ്റർ മാറ്റിയതിന് ശേഷമാണ് പിന്നെ അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഫായിസിൻ്റെ അപകടനില ഇപ്പോൾ തരണം ചെയ്തിട്ടുണ്ട്. എന്നാലും കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. എതിർഭാഗത്ത് നിന്ന് കുട്ടി റഫറി ഫൗൾ വിളിച്ചില്ല എന്നുള്ളൊരു കാരണത്താൽ പിന്നെയും ഈ പ്രകോപനപരമായി തന്നെ ഈ കുട്ടിയെ അടിക്കുകയായിരുന്നു എന്നാണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അനീഷ് കാനങ്ങാടിനൊപ്പം ഷീന മാർട്ടിൻ, മീഡിയ 1 തൃശ്ശൂർ.